സമ്മർ കളക്ഷൻസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹാൻഡ് വീവ്ഡ് ആയിട്ടുള്ള കോട്ടൺ. അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ടൊരു മിറർ വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറും ഒരു സാധാ കുർത്തി അല്ലാതെ അതിൻ്റെ എലഗൻസ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ഹാൻഡ് വർക്കും കൂടെ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്സ് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സിലേക്കാണ് നമ്മളത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു നേവി ബ്ലൂ. അതിനകത്തേക്ക് ഒരു ഓഫ് വൈറ്റ് കളറിലെ ത്രെഡിൻ്റെ വീവിങ്, നമ്മുടെ കഥാ വീവിങ് ആണ് വന്നേക്കുന്നത്. അതിനകത്ത് ഇത് അപ്പർ യോക്ക് പോർഷനിലേക്കായിട്ട് ചെറിയ ചെറിയ മിറേഴ്സിൻ്റെ വെച്ചിട്ട് ഹാൻഡ് വർക്ക്, ഇവിടെ കുഞ്ഞൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഹുക്ക് ആൻഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്ക് ഈ പടി തന്നെയായിട്ട് ഈ സെയിം ഫാബ്രിക് തന്നെ ഹൊറിസോണ്ടൽ ഇതിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ ലൈൻ കട്ടിങ് ആട്ടോ, സ്ലിറ്റ് ഇല്ലാതെയാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിലേക്കായിട്ട് ഇവിടെ പാനൽസ് വരുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ഗ്യാദേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 899 റേറ്റിലേക്കാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും ആട്ടോ. 47 ഇഞ്ചസ് ലെങ്തിലേക്കാണ് വന്നേക്കുന്നത് വിതൗട്ട് ലൈനിങ്ങും. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് വീവിങ്ങിന് യൂസ് ചെയ്തേക്കുന്ന ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലൂ കളറിലേതാണ്. അത് നല്ല രസമായിട്ട് ഒരു ലൈൻസ് രീതിയിലേക്ക് ഇതിനകത്ത് അത് എടുത്ത് കാണിക്കുന്നത്. ഒരു പാനൽ കട്ട് ചെയ്താണ് വന്നേക്കുന്നത്. ഇവിടെ തൊട്ടിട്ട് താഴേക്ക് ഇതിലിങ്ങനെയായിട്ടൊരു പാനൽസ് വന്നിട്ടുണ്ട്. നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ്. പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 890. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നുണ്ടല്ലോ നമ്മുടെ ഡാർക്ക് ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാട്ടോ. അതിനകത്തേക്ക് യൂസ് ചെയ്തേക്കുന്ന ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കളറിലെ ഒരു വീവിങ് ആണ് വന്നേക്കുന്നത്. മിറേഴ്സിനാണെങ്കിൽ കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളേഴ്സിലെ ത്രെഡ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്.